ഹായ് ഫ്രണ്ട്സ്, വെൽക്കം കൃഷ്ണഗിരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോവാം. ഇന്നലെ പെയ്ത മഴയിൽ ഈ ചെടിച്ചട്ടിയെല്ലാം മണ്ണ് കയറി അഴുക്കായിരിക്കുകയാണ്. അതൊക്കെ വൃത്തിയാക്കി വയ്ക്കൊക്കെ ഇന്നത്തെ ജോലി. എല്ലാം കടയിലെ വീട്ടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ട് എല്ലാം വാരി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കറക്റ്റായിട്ട് പറക്കി വെച്ച് ഭംഗിയായിട്ട് വെക്കണം, അടിപൊളിയാക്കണം. ചട്ടിയിലെ മണ്ണ് കാര്യങ്ങളൊക്കെ ചുരണ്ടിക്കളഞ്ഞ് ഒരാൾ നല്ല ഉത്സാഹത്തോടെ ഒന്ന് ജോലി ചെയ്യാണ്. ഒരാൾ രാവിലെ സ്കൂളിൽ പോയി. അയാൾ സൈക്കിളൊന്നും കൊണ്ടുപോയില്ല. സൈക്കിൾ അത് അവിടെ വെച്ചിരിക്കുകയാണ്. സൈക്കിളിൻ്റെ ടയറിൽ എയറില്ലെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് പോയി. അല്ലായിരുന്നെങ്കിൽ നമ്മൾ 4 പേരിന്ന് ഇവിടെ കാണേണ്ടതായിരുന്നു ഇതൊക്കെ വൃത്തിയാക്കാൻ. എല്ലാത്തിനും ചെടിയൊക്കെ ഉണങ്ങിപ്പോയി. ഉണങ്ങി നല്ല നല്ല സൂപ്പർ റോസായിരുന്നു ഇത്. അതൊക്കെ കരിഞ്ഞു പോയി. ചട്ടികളിലൊന്നും ചെടിയും ഇല്ല. ഇനി ഇതെല്ലാം പുതിയതായിട്ട് വാങ്ങി നടണം. അത് നിനക്ക് വെള്ളമൊന്നും വേണ്ടേ? വെള്ളമൊന്നും വേണ്ടേ ജോലി ചെയ്യുന്നതിന്? വേണ്ടേ? വേണ്ടേ? സൂപ്പറാക്കിയാണ്. ചെടിയൊക്കെ പൂക്കൾ പിടിക്കട്ടെ. വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ടെറസിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതിലേ കൂടെയാണ്. അല്ല, ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയി. പിന്നെ ഇതാണ് ഇതിൻ്റെ വഴി. ഇവിടെ ചടിച്ചിട്ടെല്ലാം വാരി കൂട്ടിയിട്ടിരുന്നു. വഴി തടസ്സമായി. ഇതാണ് ഇങ്ങനെ വന്നു. ഇതാണ് നമ്മളെ പോയിൻ്റ്. ഈ ഭാഗത്തായിരുന്നെങ്കിൽ ഒരുപാട് ചെടികളൊക്കെ വെച്ചിരുന്നതാണ്. നമ്മുടെ റംബൂട്ടാൻ ഉണങ്ങി കരിഞ്ഞ് കടയിലെ പണി ചെയ്യുന്ന സമയത്ത് എന്തോ സംഭവിച്ചു. അത് വളരെ കഷ്ടമായിട്ടുള്ള രീതിയാണ്. ഇനി ഇതിപ്പോൾ നമുക്കത് മൂട് പിടിപ്പിച്ചെടുക്കാനും പറ്റില്ല. കാരണം വെച്ചാൽ ഇതിന് നേരെ മേളിൽ ഷീറ്റ് ഇട്ടത് കൊണ്ട് വളർന്നു ചെന്നാലും നമുക്ക് ചെടിക്ക് ബുദ്ധിമുട്ടാകും. അത് ഇനി പാടാണ്. ഇനി ഇത് പിഴുത് മാറ്റാനേ പറ്റുള്ളൂ. ഇത് നല്ല കുടമല്ലിയാണ്. വേണ്ട, അത് നല്ല കൊഴുത്ത് വളരെയാണ്. ഇതെല്ലാം ഷീറ്റിനടിയിലായിപ്പോയി. മഴയായി തുടങ്ങി. ഇനി അത്യാവശ്യം ചെടികളൊക്കെ വളർന്നു തുടങ്ങും. ഇതാണ് എരിക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന്. അതും ഭാഗ്യം പോലെ മൂട് പിടിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഭാഗത്തെല്ലാം നല്ല ഇലച്ചെടികളൊക്കെ കൊണ്ടുവന്ന് നട്ട് നല്ല അടിപൊളിയാക്കണം. ഇനിയിപ്പോൾ മഴയത്തെ പറ്റുള്ളൂ. വാട്ടർ കണക്ഷൻ നമുക്ക് പൈപ്പ് എടുക്കുന്നുണ്ട്. അതായത് കിണറില്ലാത്തതിനെ കൊണ്ട് ഉണക്ക സമയങ്ങളിൽ വെള്ളം ഒഴിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഈ ചെടികളെല്ലാം ഉണങ്ങിപ്പോകുന്നത്. ചെടികളെ നടുന്നതും അത് പരിപാലിക്കുന്നതും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് നല്ല ഒരു രസകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുകയാണെങ്കിൽ കൊള്ളാം. ഒരു തരം ഹോബിയും കൂടെയാണ് ഈ ചെടി നടുക എന്നൊക്കെ പറഞ്ഞത്. അത് ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ ചെടിച്ചട്ടിയൊക്കെ ഞാൻ എൻ്റെ കൈ കൊണ്ട് നിർമ്മിച്ച ചെടിച്ചട്ടികളാണ്. കണ്ട, സൂപ്പർ. ഇതിൽ ഒരുപാടുണ്ട്. 19 എണ്ണം ഞാൻ ഉണ്ടാക്കി. ഒന്ന് ഈ ഇരിക്കുന്നത് ഇതൊക്കെ എൻ്റെ കരുതാണ്. ഞാൻ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സിമെൻറ്റിൽ. ഇതാണ്ട്
ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുണ്ട്, തോനെയുണ്ട്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ കാണുന്ന ഇലച്ചെടി ഇതിൻ്റെ സെയിമിൽ തന്നെ പല മോഡലായിട്ട് പല നിറത്തിലുള്ളത് പല ജാതിയിൽപ്പെട്ട ചെടികൾ നമുക്കുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 7-8 ഐറ്റത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാ ഈ ഒരു ഒറ്റ മൂടാണ് നമുക്കുള്ളത്. മറ്റെല്ലാം ഉണക്കായിട്ട് എല്ലാം നശിച്ചു പോയി. സെയിം തന്നെ 3-4 ജാതി ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ ഈ ഒറ്റേ ഉള്ളു. ഇനി എവിടെന്നെങ്കിലും കളക്ട് ചെയ്യണം. ഈ ഇലച്ചെടിയാണ് നല്ല രീതിക്ക് വളർന്നു വന്നത്. മണ്ട ഒടിഞ്ഞു, എന്താണ് ചെയ്തതെന്ന് അറിയില്ല. മണ്ട ഒടിഞ്ഞു. അത് ഇന്നോ നാളെ എന്ന് പറഞ്ഞു. പക്ഷേ കൊള്ളാം, നല്ല കുരുപ്പെടുക്കുന്നുണ്ട്. നല്ല പുതിയ തിളന്ത് വരുന്നുണ്ട്. ഇനി വൃത്തിയാക്കലായിരുന്ന വെള്ളമൊന്നും വേണ്ടേ? ആ ഒരു ജ്യൂസ് എടുത്താലേ? ഒരു ജ്യൂസ് എടുത്താലേ? നമ്മൾ വെള്ളം കലക്കിയാലേ? ഓ, എന്തൊരു ഉത്സാഹം എന്നറിയാമോ. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ വിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബായ്, അടുത്ത വീഡിയോയിൽ കാണാം.